മലയാളത്തിലും തമിഴിലും ഓരോ സീരിയലുകൾ രണ്ടും സൂപ്പർ ഹിറ്റ്. ഒരു മിനി സ്ക്രീൻ സൂപ്പർ നായികയായി അൻഷിത അഞ്ജി എന്ന പെൺകുട്ടി ഉയർന്നു വന്നത് അതിവേഗമായിരുന്നു. എന്നാൽ ആ രണ്ട് സീരിയലുകൾക്കും ശേഷം അൻഷിതയെ തേടി ഒരു വേഷം പോലും വന്നില്ല. അൻഷിതയുടെ കരിയറിന് എന്ത് സംഭവിച്ചുവെന്ന് പലരും തിരക്കുമ്പോൾ ഇപ്പോൾ മോഡലിംഗിലൂടെ സജീവമായി നിൽക്കാനുള്ള ശ്രമമാണ് നടി നടത്തുന്നത്. അതിനിടെ ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയാണ് അൻഷിത പങ്കുവച്ചിരിക്കുന്നത്. അത് തന്റെ ഉറ്റ കൂട്ടുകാരിയുടെ വിവാഹമാണ്. നടിയും നർത്തകിയും മോഡലും ഒക്കെയായ ശ്രിയ സുരേന്ദ്രന്റെ കല്യാണത്തിന് അതീവ സുന്ദരിയായി അൻഷിതയും കൂട്ടുകാരും എത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അൻഷിതയ്ക്കൊപ്പം തമിഴിൽ അഭിനയിച്ച നടിയാണ് ശ്രിയ. സൂര്യ മ്യൂസിക്കിൽ വിജയായും വിജയ് ടെലിവിഷനിൽ നടിയായും സി തമിഴിൽ നർത്തകിയായുമെല്ലാം ശ്രിയ പങ്കെടുത്തിരുന്നു. രോഹിത് നരസിംഹനാണ് ശ്രിയയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. തമിഴ് ബ്രാഹ്മൺ ആചാരപ്രകാരമുള്ള വിവാഹമായിരുന്നു ഇവരുടേത്. തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു വിവാഹവും. അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്കൊപ്പം ആ വിവാഹദിനം ആഘോഷമാക്കുകയായിരുന്നു അൻഷിത. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: മനോഹരമായ ദമ്പതികൾക്ക് ഒരു മനോഹരമായ ദിവസം. അഭിനന്ദനങ്ങൾ. പ്രിയ ദമ്പതികൾക്ക് സ്നേഹവും സന്തോഷവും അനന്തമായ ഓർമ്മകളും നിറഞ്ഞ മനോഹരമായ ഒരു യാത്ര ആശംസിക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാകട്ടെ. നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതം സന്തോഷവും ചിരിയും സ്നേഹവും കൊണ്ട് നിറയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഇരുവരെയും ടാഗ് ചെയ്തുകൊണ്ട് അൻഷിത കുറിച്ചത്. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അൻഷിത ഏഷ്യാനെറ്റിലെ കൂടെവിടെ എന്ന പരമ്പരയിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. മലയാളത്തിന് പുറമെ തമിഴ് പരമ്പരകളിലും സജീവമായ അൻഷിതയ്ക്ക് അവിടെയും ആരാധകർ ഏറെയുണ്ട്. തമിഴിൽ ചെല്ലമ്മ എന്ന സീരിയലിൽ നടി അഭിനയിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ വിശേഷങ്ങളെല്ലാം ഇപ്പോഴും പങ്കുവെക്കാറുണ്ട് അവിടെ. അൻഷിത ഏറെക്കാലമായി കാത്തിരുന്ന സ്വപ്ന വീട് മാസങ്ങൾക്ക് മുമ്പാണ് നടി പൂർത്തീകരിച്ചത്. 1.5 കോടിയോളം രൂപ ചെലവിട്ടാണ് അൻഷിത പണിതത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സീരിയൽ മേഖലയിലേക്ക് എത്തിയ അൻഷിത ഒരു മുസ്ലിം മതവിശ്വാസിയാണ്. 13ാമത്തെ വയസ്സിലാണ് അൻഷിതയുടെ ഉമ്മ വിവാഹം കഴിച്ചത്. എന്നാൽ ആ ദാമ്പത്യ ബന്ധം സുഖകരമായിരുന്നില്ല. അൻഷിത 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇരുവരും വേർപിരിയുകയായിരുന്നു. ഒരു സഹോദരൻ കൂടിയുണ്ട് അൻഷിതയ്ക്ക്. ഉമ്മയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഉപ്പ 2ാം വിവാഹം കഴിച്ചെങ്കിലും വിദേശത്തായിരുന്ന ഉമ്മ തനിച്ചു തന്നെ ജീവിതം തുടരുകയായിരുന്നു. ഏറെ വേദനകൾ അനുഭവിച്ച കുട്ടിക്കാലത്ത് ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അൻഷിത അഭിനയ രംഗത്തേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഉമ്മ തന്നെയാണ്. അങ്ങനെയാണ് 24ാം വയസ്സിൽ കൂടെവിടെ എന്ന പരമ്പരയിലൂടെ അൻഷിത മിനി സ്ക്രീൻ രംഗത്തേക്ക് എത്തിയത്. നടിയായി ശ്രദ്ധ നേടിയ ശേഷം തന്റെ ഉപ്പയെയും ഉപ്പയുടെ കുടുംബത്തെയും ഉമ്മയെയുമെല്ലാം നടി ചേർത്ത് പിടിച്ചാണ് മുന്നോട്ടു പോകുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.